ഒന്നുകൂടെ ചിരിച്ചേ. അപ്പൊ എന്റെ മുത്തച്ഛി പറഞ്ഞത് തെറ്റാണ്. ചിരിച്ചോണ്ട് ജോലി ചെയ്താ ആ ജോലി ഈസി ആവുമെന്ന്. പക്ഷെ നിന്റെ ചിരി കാരണം നടന്നിട്ട് എത്തുന്നുമില്ല. വല്ലാത്ത ബോറിംഗ് പോയി. എടാ ഇതേപോലുള്ള വളിപ്പ് കോമഡി അടിക്കാൻ നിനക്ക് നാണാവില്ലേ? സത്യമായിട്ട് ഇത്തവണ നാണം വന്നതാ. പക്ഷെ ഞാൻ കുളിച്ചില്ലായിരുന്നു, അതുകൊണ്ട് മൂക്കുപൊത്തി ഓടിക്കളഞ്ഞു. വീണ്ടും അതേ വളിപ്പ്. വേഗം നടക്ക്, ഇല്ലെങ്കിൽ കവി സമ്മേളനത്തിന് നമ്മൾ ലേറ്റ് ആയി പോവും. അതെ, ലേറ്റ് ആവുന്നത് എന്റെ അച്ഛനും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ അപ്പൂപ്പന് മുന്നേ ഭൂമിയിലെത്തി. പിന്നെ എന്ത് പറ്റി? പിന്നെന്താ, അപ്പൂപ്പൻ ആദ്യം വലുതായി, പിന്നെ വയസ്സായി, പിന്നെ എന്റെ അച്ഛനെ വളർത്തി വലുതാക്കി. നിന്റെ ഫാമിലി ഒരു പ്രത്യേകതരം ഫാമിലി അല്ലേ? നിനക്ക് ഇതേപോലുള്ള കാര്യത്തിന് വലിയ ഉത്സാഹമാണല്ലേടാ. കൂട്ടുകാരാ, ഞാൻ ഇപ്പോഴാ ഓർത്ത് കവി സമ്മേളനത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ടിവിയിലുണ്ട് കേട്ടോ. അതെ, കവി സമ്മേളനത്തിൽ എന്റെ അമ്മാവന്റെ പ്രകടനമായിരുന്നു പ്രകടനം. ഫ്രഞ്ചില് കവിത ആലപിക്കുമായിരുന്നു. അതെങ്ങനെ? കവിറ്റ. ഇപ്പൊ ഇത് ഫ്രഞ്ച് ആയില്ലേ? ഇങ്ങനെ ഫ്രാൻസിൽ സംസാരിക്കുന്നത്. എനിക്കൊരു അമ്മാവനുണ്ട്. ഏത് കവിത പാടിയാലും കൈ വെച്ചതേ ഇങ്ങനെ താളം അടിക്കാറുണ്ട്. അത് താളമടിക്കുന്നതല്ല, ഭിക്ഷ യാചിക്കുന്നതാ. പിന്നെ എന്റെ അമ്മാവനും ഫ്രഞ്ചില് കവിത പാടുമായിരുന്നു. അതെങ്ങനെ? അത് ഫ്രഞ്ച് താടി വെച്ചിട്ട് ഹിന്ദിയില് കവിത ആലപിക്കുമായിരുന്നു. ഇവന്റെ അമ്മാവനെ പോലെ മരക്കഴുത അല്ലായിരുന്നു. അയ്യോ, മരക്കഴുതെന്നാണോ പറഞ്ഞത്? അതെ, മരക്കഴുതെന്ന് പറഞ്ഞ എന്താ? അതെനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു നിനക്കറിയാവെന്ന്. നിനക്കൊരു സിമ്പലിക്ക് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാ. എല്ലാവർക്കും കവി സമ്മേളനത്തിലേക്ക് സ്വാഗതം. ഇതിന്റെ സ്പോൺസറാണ് തല്ലിപ്പൊളി പ്ലൈവുഡ്. ഇപ്പോഴും ഓടട്ടെ. അമിത ടൂത്ത്പേസ്റ്റ്, പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ. പിന്നെ മനോഹരമായ ബ്രേക്കിംഗ് ന്യൂസുകൾ കാണിക്കുന്ന ലക്കി ടിവി. എല്ലാവരും കാലുകൾ മുകളിലേക്ക് ഉയർത്തൂ. കാലെന്തിനാ മുകളിലേക്ക് ഉയർത്തുന്നേ? എല്ലാവരുടെയും കാലിലെ ചെരുപ്പുകളൊന്ന് നോക്കുമായിരുന്നു. കുറച്ചു കഴിയുമ്പോ സ്റ്റേജിലേക്ക് ചെരുപ്പുകൾ എറിയുമ്പോ കുറഞ്ഞ വിലയുള്ള ചെരുപ്പിന് പകരം കൂടിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകും. അത് വളരെ മോശമായ കാര്യമാണ്. ഇത്തവണ അത് ആവർത്തിക്കരുത്. നീ അങ്ങോട്ട് കുറച്ച് മാറിയിരിക്കോ, ഭയങ്കര നാറ്റം. കൂടുതൽ ഡയലോഗ് അടിച്ച കട്ട് ചെയ്ത് സലാഡിലിട്ട് ഞാൻ അവിടെ ഉപ്പുണ്ട് കൂടുതൽ നീറുകയും ചെയ്യും. മനസ്സിലായല്ലോ? പിന്നെ നിനക്കെന്താ കൂടുതൽ കുളിരടിക്കുകയാണോ? 3-4 ഷർട്ടിട്ടോണ്ടാണല്ലോ നിന്റെ വരവ്. ഞാൻ ഉള്ളിയാണ്, ഉള്ളി. കവിത തുടങ്ങാൻ. ഈ കവി സമ്മേളനത്തിൽ ഞാനൊരു കവിത പാടുവാൻ പോവുകയാണ്. പാട്ടാണ് പാടുന്നത്, കവിത പാരായണമാണ് ചെയ്യുന്നത്. എടേ, എന്റെ കവിതയുടെ പേര് തന്നെ പാട്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. മനസ്സിലായോ? അപ്പൊ തുടങ്ങാമല്ലേ? രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് തയ്യൽക്കാരൻ. രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണോ തയ്യൽക്കാരൻ? എങ്ങനെ അളവെടുക്കും? 56, 57, 58. ഇതെന്താണ്? തയ്യൽക്കാരനോട് എന്റെ സൈസ് പറഞ്ഞു കൊടുത്തതാ. പൈജാമ തയ്ക്കാൻ കൊടുത്തിരുന്നു. എന്താന്ന് വെച്ചാ ഇതിപ്പോ ലൈവ് ആണല്ലോ. അയാളും ഇത് കാണുന്നുണ്ടാവും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഫോൺ ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ഈ കവി സമ്മേളനം ഇപ്പൊ എങ്ങാനും തുടങ്ങോ? എനിക്കെന്തോ സിനിമ കാണാൻ വന്നതുപോലെ തോന്നുന്നേ. ആദ്യത്തെ 15 മിനിറ്റ് ഒന്നും നടക്കില്ല. പെട്ടെന്ന് പാടിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും ചേർത്ത് വെച്ച് കെട്ടി പച്ചക്കറി ഇടുന്ന സഞ്ചി പോലെയാക്കും ഞാൻ. മനസ്സിലായോ? സഞ്ചിക്കുള്ളിരിക്കാനേ എനിക്ക് മനസ്സില്ല. നീ തക്കാളിയല്ലേ, പിന്നെ എന്തിനാ കവി സമ്മേളനത്തിന് വന്നത്? ഇവന്മാരെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ എന്നെയാണല്ലോ എടുത്ത് എറിയാറുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നതാ. ക്യാമറ ഒന്ന് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്തേ. നീ എന്താ പറഞ്ഞേ? മര്യാദക്ക് അവിടെ അടങ്ങിയിരുന്നു. മുതുകിലിട്ട് പടപടയെന്ന് 5-6 ഇടി തന്നാലേ ഷർട്ട് ഇടുമ്പോ നിന്റെ മുതുക് ഒട്ടകത്തിനെ പോലെ കൂനിയിരിക്കും. ഇനി ക്യാമറ ഓൺ ചെയ്യൂ. വാണ്യ മഹാജനങ്ങളെ, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഭഗവാന് തുല്യമാണ്. നിങ്ങൾ എന്ത് പറയുന്നോ അത് തന്നെ നടക്കും. കവി സമ്മേളനം നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. രാവിലെ എഴുന്നേറ്റത് വൈകിപ്പോയി. വണ്ടി വേഗത്തിൽ ഓടിച്ചോ. മുന്നോട്ട് പോയിട്ട് ഞാൻ ന്യൂട്ടൺ എടുത്ത് തിരിച്ചു വന്നു. അടിപൊളി. പണക്കാരനായ കവി തന്നെയാണ്. ഇയാളുടെ കയ്യിൽ വണ്ടിയുണ്ട്. സാധാരണഗതിയിൽ കാശില്ലാണ്ടായാൽ ടൂത്ത് പിക്കിൽ കൊടുക്കുന്ന ഭക്ഷണം വരെ പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുന്നവരായി ഈ കവികള്. എന്റെ കവിത ചൊറിയെ കുറിച്ചാണ്. അതെന്തായാലും നന്നായി. ചൊറിയെ കുറിച്ച് തന്നെ പാടിക്കോ. കേട്ടിട്ട് ചൊറിഞ്ഞു തരാം. തുടങ്ങട്ടെ. തൊണ്ടപൊട്ടി എന്തിനാണ് പാട്ട് പാടുന്നത്?
ചെയിനില്ലാത്ത സൈക്കിൾ മുത്തച്ഛൻ ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതില് ചൊറിച്ചൽ എവിടെയാ? മുത്തച്ഛന് സൈക്കിളിൽ ചെയിനില്ല, പിന്നെയും ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതില് 2 തരത്തിലുള്ള ചൊറിച്ചലിനെ കുറിച്ചാ കവി പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയിനില്ലാത്ത സൈക്കിൾ ചവിട്ടുന്നത് കൊണ്ട് മുത്തച്ഛന്റെ ഉള്ളിലുള്ള ചൊറിച്ചിൽ, പിന്നെ രണ്ടാമത്തേത് കുറെ നേരമായി സീറ്റിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തായാലും ചൊറിച്ചിലുണ്ടാവും. ഭയങ്കര ആഴത്തിലുള്ള കവിതയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള ചൊറിച്ചിലിനെ കുറിച്ചാ കവി പറഞ്ഞത്. മൂന്നാമത്തെ ഏതാ? അത് നിന്റെ കവിത കേട്ടിട്ട് എന്റെ കയ്യിലുണ്ടായ ചൊറിച്ചിൽ. ക്യാമറയൊന്ന് ഓഫാക്കിക്കേ. ഇതുപോലത്തെ വൃത്തികെട്ട കവിത ഇനി നീ മേല പാടിയാ നിന്റെ ശരീരത്തിൽ തൊള്ളയിട്ട് മീൻ പിടിക്കുന്ന വല പോലാക്കും ഞാൻ. മനസ്സിലായല്ലോ നിനക്ക്? ഇനി ക്യാമറ ഓൺ ചെയ്യൂ. വളരെ മനോഹരമായ ഒരു കവിത ആലപിച്ചതിന് താങ്കൾക്ക് നന്ദി. ഇതുപോലുള്ള കവികളുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മുടെയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. നീ എന്തിനാണ് ഈ തിടുക്കം കാണിക്കുന്നേ? അതൊക്കെ ശരി. നീ എന്താ ആലപിക്കാൻ പോകുന്നത് അത് പറ. അങ്ങനെ ആലപിക്കാനൊന്നുമില്ല, നിന്നെ ഒന്ന് ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇവനൊന്നും അറിയില്ല. ഇന്നലെ എന്നോട് പറയാ ഞാൻ ഈ ബട്ടൺ അമർത്തിയിട്ടും TV ഓൺ ആവുന്നില്ലാന്ന്. ഞാൻ പറഞ്ഞു ഒന്നുകൂടി അമർത്തി നോക്കാൻ. അപ്പൊ അവൻ ഷട്ടിലെ ബട്ടൺ അമർത്തി നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഷട്ടിലെ ബട്ടൺ അല്ല അമർത്തേണ്ടതെന്ന്. അപ്പൊ അവൻ ഷട്ടിലെ ബട്ടൺ എടുത്ത് റിമോട്ടിൽ അമർത്തി, എന്നിട്ട് പറയും ഓൺ ആയെന്ന്. മണ്ടൻ. ഒരു കവിത ചൊല്ലാനുള്ള അനുവാദം തരാമോ? അനുവദിച്ചിരിക്കുന്നു. എന്റെ മുന്നിൽ നിന്ന് ഒന്നും പറയരുത്. എന്റെ മുന്നിൽ നിന്ന് ഒന്നും പറയരുത്. ഞാൻ അടിച്ച് കരണം പൊളിക്കും. ബാക്കി പറ. ഞാൻ പറഞ്ഞതല്ലേ എന്റെ മുന്നിൽ നിന്ന് ഒന്നും പറയരുതെന്ന്. പറഞ്ഞേ ഞാൻ കരണം പൊളിക്കും. ഇനി ഒന്നുകൂടിയുണ്ട്. നിങ്ങൾ വില്ല് ചോദിച്ചാൽ ഞാൻ 5 തരും. നിങ്ങൾ വില്ല് ചോദിച്ചാൽ ഞാൻ 5 തരും. പാല് ചോദിച്ചാൽ ഞാൻ പാൽപ്പായസം തരും. ഞങ്ങളോട് നിനക്ക് എന്താ വിരോധം? ചോദിക്കുന്ന സാധനം എന്താ കൊടുക്കാത്തത്? ഇവന്റെ ഉദ്ദേശം അത്ര ശരിയല്ലെന്നാ തോന്നുന്നത്. ഇവൻ മറ്റേ പാർട്ടി ആയിരിക്കും. ഞാനൊരു കാര്യം ചൊല്ലാം. സൂര്യനുള്ളത് ആകാശത്തിൽ, താമരയുള്ളത് കുളത്തിൽ. കവിത ചൊല്ലി വലിയ ആളാകാൻ വന്നു, ഇപ്പോളായി അങ്കലാപ്പിൽ. സൂപ്പർ. സമ്മാനമായി നിനക്ക് തരുന്നു ബേക്കറിയിൽ നിന്നും 80 രൂപ ലാഭത്തിൽ. പക്ഷെ നമ്മൾ 100 രൂപയാണല്ലോ കൊടുക്കുന്നത് ചേട്ടാ. ആ ക്യാമറ ഓഫാക്കാൻ. നീ വലിയ കണക്ക് മാഷാണോ? അവിടെ 20 രൂപ ലാഭം കിട്ടുന്നതോ നിനക്ക് വലിയ ബുദ്ധിമുട്ടാണോ അല്ലേ? 5 രൂപ തൊട്ട് വിരലടെ വെച്ച് നിനക്ക് ഒരു അടി തന്നാലുണ്ടല്ലോ, നീ ചെലവാക്കിയ 100 രൂപ നോട്ട് നിനക്ക് 100 നക്ഷത്രം പോലെ കാണും. മനസ്സിലായല്ലോ? ഇനി ക്യാമറ ഓൺ ചെയ്യാം. ഇതുപോലുള്ള നല്ല പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് കവികളുടെ മനോബലം കൂടുന്നത്. ഇതുപോലുള്ള പ്രേക്ഷകരാണ് നമ്മുടെ നാടിന്റെ ശക്തി. എന്നാ പിന്നെ ഞാനും ഒന്ന് ചൊല്ലട്ടെ. കാണാതെ പഠിച്ചിട്ടുണ്ട്. നീ കുറച്ചു മുമ്പ് ഇതേപോലെ എന്തോ ആണല്ലോ പറഞ്ഞത്. ബാക്കി പറ കേക്കട്ടെ. ബാക്കിയൊന്നും അറിയത്തില്ല, ഇത്രയും പഠിച്ചിട്ടുള്ളൂ. ഞാനിത് കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു. എനിക്ക് എന്റെ ഫസ്റ്റ് പ്രൈസ് വേണം, ഇല്ലെങ്കിൽ എന്റെ ഗുണ്ടായിസ് നിങ്ങൾ ഇപ്പൊ കാണും. ഗുണ്ടായിസം കാണിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇത് ലൈവ് വല്ലതുമാണോന്ന്. ഞാൻ അവരുടെ കൊടുക്കട്ടെ. 2 എണ്ണം കൊടുത്തോ?